വെൽക്കം ടു സെലിൻസ് അടുക്കള. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചുമന്ന ചീരത്തോരനാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചുമന്ന ചീര അരിഞ്ഞത്, കറിവേപ്പില, സവോള അരിഞ്ഞത്, ചില്ലി അരിഞ്ഞത്, തേങ്ങ ചിരവിയത്, ഇഞ്ചി അരിഞ്ഞത്, ടർമറിക് പൗഡർ, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ ഇത്രയും വേണം. ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിലൊരു ഫാൻ വെച്ച് അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചി ചേർക്കുന്നു. ഗ്രീൻ ചില്ലി അരിഞ്ഞത്, കറിവേപ്പില 2 കമ്പ്, ഇതൊന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ടർമറിക് പൗഡർ ചേർക്കുന്നു. ടർമറിക് പൗഡർ ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ചേർത്തു. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവി വെച്ചിരിക്കുന്നത് ചേർക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ അതൊന്ന് മിക്സ് ആയിട്ടുണ്ട് എല്ലാം. അതിലേക്ക് നമ്മൾ ചീര അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കുന്നു. ചീര കുറേശ്ശെ ഇട്ട് ഇത് ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു അല്പനേരം വേകുന്നതിന് വേണ്ടി. ചീര പെട്ടെന്ന് വേകുന്നതാണ്, ഒത്തിരി സമയം വേണ്ട വേകാനായിട്ട്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് പകർത്താം. ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയ ചീരത്തോരൻ ഇതാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. നിങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഒരു വെജാണ് ഇത്. ചോറിന് കൂട്ടാം. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലതാണ്. വൈറ്റമിൻസ് ആണ്.